അല്ലാഹു ഖാലിഖാണെന്ന് ഖുർആനിന്റെ വളരെ സ്വരീഹായ നസ്സാണ്. പക്ഷെ അല്ലാഹു അഖലിനോട് സംവദിക്കുകയാണ്, മനുഷ്യനോട് ചോദിക്കേണ്ട കാര്യം പടച്ചവനുണ്ടോ? ഞാൻ ഖാലിഖാൻ, അംഗീകരിച്ചോളൂ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അല്ലാഹു ചോദിക്കുകയാണ് ബുദ്ധിയോട്. അൽ വഹ്യു മിനദ് ദാഖിൽ, മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന വഹയിനോട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ പറയൂ മനുഷ്യരെ, നിങ്ങളാണോ ജനിപ്പിച്ചത്? ആണോ? അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടിയും ലോകത്ത് സുന്ദരനും സുന്ദരിയായിട്ട് വരൂലേ? അതിബുദ്ധിമാനിയായിട്ട് വരൂലേ? വാപ്പാക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വാപ്പയുടെ നുത്ഫ ഉമ്മയുടെ അണ്ഡവുമായി കൂടിച്ചേർന്നിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ആ നുത്ഫത്തിൻ അംഷാജിൻ, ഉമ്മയുടെ അണ്ഡവും പിതാവിന്റെ ബീജവും കൂടിച്ചേർന്ന അംഷാജ് എന്ന് പറയുന്ന സൈഗോട്ട്, അതിനെ പടക്കുന്നതാരാ? വാപ്പയാണോ? അല്ല. ഉമ്മയാണോ? അല്ല. ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? ഉമ്മയും വാപ്പയും അല്ല. അല്ലാഹു ചോദിക്കുക, നിങ്ങളാണോ? അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ അതല്ല നിങ്ങളാണോ നിങ്ങളെ പടച്ചത്? രണ്ട് ചോദ്യം. നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ? അതെന്തായാലും സാധ്യമല്ല. ഈ മൈക്കൊക്കെ ഇവിടെ വെറുതെ വന്നിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കോ? ഒരാളോട് വെച്ചതാണ്, ഇവിടെ പ്ലേസ് ചെയ്ത്, അവിടെ സെറ്റ് ചെയ്ത് വെച്ചതാ ഒരു കമ്പ്യൂട്ടർ. അത് വെറുതെ ഉണ്ടായി എന്ന് എങ്ങനെ പറയാൻ കഴിയും? അപ്പൊ ഒരാൾ ഉണ്ടാക്കിയ ഒരു മാസ്റ്റർ മൈൻഡ്, ഒരു ബദീആയ മുസവ്വിറായ ഖാലിഖായ ബദീആയ അല്ലാഹു അതിന്റെ പിന്നിലുണ്ട്. അത് പഠിപ്പിക്കാനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അൽ അഖ്ലു മിനൽ ഖാരിജ്, പുറത്ത് കിടക്കുന്ന ഒരു ബുദ്ധിയുമായി വഹയുമായി അഷ്റഫുൽ ഖൽഖിനെ, ലോകത്തെ പ്രവാചകന്മാരെ മുഴുവനും സ്വലവാതു റബ്ബി വസലാമുഹു അലൈഹിം അജ്മഈൻ, അവരെല്ലാം കടന്നു വന്നത് മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന വഹയിനെയും പുറമെ നിന്ന് കിട്ടുന്ന രണ്ട് വഹയുകളെ, രണ്ട് അഖ്ലുകളെ മനുഷ്യന് ബോധിപ്പിച്ചു തരാനാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ? ഒരിക്കലുമല്ല. മനുഷ്യനാണോ മനുഷ്യനെ പടച്ചത്? അതുമല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളല്ല, വെറുതെയുമല്ല. എന്നാൽ നിങ്ങളോ വെറുതെയോ അല്ലാത്ത വേറെ ഒരു മാസ്റ്റർ മൈൻഡ്, ഒരു ജീനിയസ് ആയ ഒരു എഞ്ചിനീയറിംഗ് ഈ സൃഷ്ടിപ്പിന്റെ പിറകിൽ കിടന്നിട്ടുണ്ട്. ആ സൃഷ്ടിപ്പിന്റെ പിറകിൽ കിടക്കുന്ന സോഴ്സാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. നിങ്ങൾക്ക് സൃഷ്ടി ചെയ്തു തന്ന, ഖൽഖ് ചെയ്തു തന്ന ഓരോ കുഞ്ഞിന്റെയും ഓരോ ഇലയുടെയും മണൽ തരികളുടെയും വായുവിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് വാതകങ്ങളുടെയും കണികകളെ അതിസൂക്ഷ്മമായി പടച്ചു തന്ന ഒരു ഖാലിഖുണ്ട്. ആ ഖാലിഖിനെ അറിയാനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആ ഖാലിഖിനെ അറിയാനാണ് നിങ്ങൾ വായിക്കേണ്ടത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യന്റെ മുമ്പിൽ കിടക്കുന്ന തുറന്ന പുസ്തകം, കിതാബ്, അത് ഖൽഖാൻ, അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഹാദാ ഖൽഖുല്ലാഹ് അറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. These are the creations of God Almighty, and show me what did the other gods create. വളരെ മനോഹരമായ ഒരു ചോദ്യം. ഇതൊക്കെ അല്ലാഹു പടച്ചതാണ്. പടച്ചവനല്ല എന്ന് വിശ്വസിക്കുന്നവരെ നിങ്ങൾ പറഞ്ഞു തരണം, പടച്ചവനല്ലാത്തവർ ഇവിടെ എന്താ പടച്ചു വെച്ചിട്ടുള്ളത് എന്ന്.